ആലപ്പുഴ നൂർനാട് ലെപ്രസി ആശുപത്രി ഒരു കഥാതന്തു ആക്കിക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത രചിച്ച തുപിൽ ബാസി രചിച്ച ഒരു നാടകമായിരുന്നു അശ്വമേധം. ഇപ്പോൾ ആ ആശുപത്രി കോടികൾ മുടക്കി പുതിയൊരു കെട്ടിടമൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് കാട് കയറി നശിക്കുന്ന അവസ്ഥയാണ്. നിലവിലെ ആശുപത്രി OP പ്രവർത്തിച്ച കെട്ടിടം മഴ പെയ്ത് തകർന്നിട്ടും പുതിയ ആശുപത്രി കെട്ടിടം തുറന്നു കൊടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഒരേ ചോദ്യമേ ഉള്ളൂ, എന്തിനാണ് രോഗികളോട് ഈ ക്രൂരത ഈ ആശുപത്രി അധികൃതർ കാണിക്കുന്നത്? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിന് മുന്നിലാണ്. കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടമാണ് പുതുതായി നിർമ്മിച്ചത്. 2 വർഷമായി ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി കിടക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. കാടും പടലവും ഒക്കെ പിടിച്ചു കിടക്കുകയാണ്. കാരണം 2 വർഷത്തോളമായി ഈ രീതിയിൽ തന്നെ ഇതിങ്ങനെ തുടരുകയാണ്. എല്ലാ സംവിധാനങ്ങളോടും കൂടി നിർമ്മിച്ച പുതിയ ആശുപത്രി കെട്ടിടം ഇത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഈ രോഗികൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഈ പഴയ കെട്ടിടത്തിലാണ് നിലവിൽ ഈ ആശുപത്രിയുടെ OP അടക്കം പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ OP പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ആ കെട്ടിടം കഴിഞ്ഞ ആഴ്ചയുണ്ടായ മഴയിലും കാറ്റിലുമൊക്കെ തകർന്നു വീണു. ഈ കെട്ടിടം തകർന്നു വീണതോടുകൂടി ഈ OPയുടെ പ്രവർത്തനം പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റാതെ താൽക്കാലികമായി ഇതിന് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റി എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ആ മാറ്റിയ ആ സ്ഥലം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒട്ടും തന്നെ വന്നിരിക്കാനോ കൂടുതൽ ആളുകൾ വന്നാൽ അവിടെ നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ OPയുടെ പ്രവർത്തനം മാറ്റിയത്. കെട്ടിടം തകർന്നു വീണ ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ആളുകൾ, നാട്ടുകാരും രോഗികളും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു പുതിയ ബിൽഡിംഗ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കണമെന്ന്. പക്ഷെ അതൊന്നും അധികൃതർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ പറയുന്നത്. എത്ര നാളായി ഈ കെട്ടിടം ഇങ്ങനെ പണി പൂർത്തിയായി കിടക്കുന്നു? ഏകദേശം ഒരു 1.5 വർഷത്തിന് മേളിലായി ഈ കെട്ടിടം പൂർത്തിയായിട്ട് കിടന്നിട്ട്. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ടാണ് ഈ കെട്ടിടം ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്യാത്തത് നമ്മുടെ ഹോസ്പിറ്റലിന്. അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചെറിയ സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് HMC കൂടി കളക്ടർ ഉൾപ്പെടെ MLA ഉൾപ്പെടെ ഉള്ളവർ ഈ കെട്ടിടം സന്ദർശിച്ചു. അന്ന് പറഞ്ഞത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1.5 മാസത്തിനകത്തിൽ 2 മാസത്തിനകത്തിൽ ഈ കെട്ടിടം ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വരെയായിട്ട് ഈ കെട്ടിടം ഹാൻഡ് ഓവർ ചെയ്യാനോ അതിൻ്റെ ഒരു ഫോളോ അപ്പോ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം ഈ OP പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മഴ അത് പൊളിഞ്ഞ് താറുമാറായി. ഇപ്പോൾ ഒരു ചെറിയ ഒരു കുടിസ് ഭാഗത്താണ് ഇപ്പോൾ ഈ OP പ്രവർത്തിക്കുന്നത്. 100 കണക്കിന് ആൾക്കാർ ഈ ഹോസ്പിറ്റലുമായി ചുറ്റുവട്ടം 4-5 പഞ്ചായത്തുകളുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം ആൾക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രം ഈ ഹോസ്പിറ്റലാണ്. ഇവിടെ 100 കണക്കിന് ജില്ലയിലുള്ള ആളുകൾ പോലും ഇവിടെ വരാറുണ്ട്. കാരണം ഇത് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, കുഷ്ഠരോഗ ആശുപത്രിയാണ്. ഇപ്പം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന രീതിയിലാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. 1.5-2 വർഷമായി ഈ കെട്ടിടം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര കോടി രൂപ നിലവിൽ 40 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിനകത്തിൽ 23 കോടി രൂപ ഇപ്പം നിലവിൽ ചെലവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പൈസ ഈ പ്രോജക്റ്റ് കൃത്യമായ രീതിയിൽ നടപ്പാക്കാത്തതിൻ്റെയും മറ്റ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 40 കോടി രൂപ. ഇത് 23 കോടി രൂപ ഇപ്പം നിലവിൽ ഇതിനുവേണ്ടി ചിലവായിട്ടുണ്ട്. 23 കോടി രൂപയാണ് ഇപ്പോൾ ഈ കാട് പിടിച്ച് ഇങ്ങനെ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ നിലവിൽ ഈ കെട്ടിടം OP പ്രവർത്തിക്കുന്നത് ഒട്ടും സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞു. ഇവിടെ 100 കണക്കിന് രോഗികളും വരാറുണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പ്രതിഷേധം പല ആവർത്തി ഉന്നയിച്ചതാണ്. പക്ഷെ ആരും അത് കണ്ടില്ലപ്പെട്ടോണം പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. OP കെട്ടിടം തകർന്നു വീണിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് പോലും അത് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ്. അതിൻ്റെ താൽക്കാലികമായിട്ട് OP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു സൗകര്യവും ഇല്ല. 100 പേർക്ക് നിൽക്കാനുള്ള സൗകര്യം അവിടെ ഒട്ടുമേ ഇല്ല. എങ്ങനെയായാലും ഒരു 600 പേഷ്യൻ്റ് ഒരു ദിവസം കുറഞ്ഞത് വരാറുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ആശ്രയിക്കുന്ന ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ സ്ഥിതി ചെയ്യുന്ന ചത്തിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഇവിടുന്ന് 8 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും 5 മരുന്ന് കിട്ടേണ്ടടുത്ത് 2 മരുന്നേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും സൗകര്യപ്രദമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനയോഗ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ മൊത്തം അഭിപ്രായം. ഇതിപ്പോൾ ഈ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തിലധികമായി എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പോയി എന്നും പറഞ്ഞു. ഈ പ്രതിഷേധം ശക്തമാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പലതും കണ്ടതാണ്. അല്ല, ഇവിടെ നിരവധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഗവനിക്കാത്തൊരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.
രജനി, അത് തന്നെയാണ്. അതായത് പല തവണ നാട്ടുകാരും രോഗികളും അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ ആ പ്രതിഷേധം ഒന്നും തന്നെ കണക്കിലെടുക്കാതെ ഈ കെട്ടിടം ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തിലധികമായി എന്നാണ് ആളുകൾ പറയുന്നത്. 40 കോടിയിലേറെ രൂപ മുടക്കി പണിതതാണ്. ഇതിന്റെ പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ കെട്ടിടം ആളുകൾക്ക് ഈ ചികിത്സയ്ക്കായിട്ടോ മറ്റും ഒന്നും തുറന്നു കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ഇവിടെ പണിത ഒരു കെട്ടിടമാണ്. നൂറുകണക്കിന് പേഷ്യൻസ് ഇവിടെ ഒരു ദിവസം വരുന്നു എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ആര് വന്നാലും അവർക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉള്ളൊരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം അത് കാട് മൂടി ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ നശിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ പറ്റുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് തുറന്നു കൊടുത്ത്, അതായത് പുതിയ ആശുപത്രി കെട്ടിടം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെയും രോഗികളുടെയും ഒക്കെ ആവശ്യം. രജനി, അപ്പം തന്നെ നിഷ, ഒരു കാര്യം കൂടെയുണ്ട്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ദിനം പ്രതി നിരവധി രോഗികളാണ് വരുന്നത്. അപ്പം അവിടെ അന്തേവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊരു നല്ല സ്ഥലത്ത് ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നുള്ള കാര്യം അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കെട്ടിടം കോടികൾ മുടക്കി ചെലവഴിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇത് തുറന്നു കൊടുക്കുന്നില്ല? എന്തിനാണ് ഇങ്ങനെ ഒരു അനാസ്ഥ കാട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കോടികൾക്കൊന്നും യാതൊരു വിലയുമില്ലേ? മറ്റൊന്ന്, ഇതിൻ്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. രജനി, അങ്ങനെ തന്നെയാണ്. ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല. 1.5 വർഷത്തിലധികമായി ഈ കെട്ടിടം ഇതേ രീതിയിൽ, അതായത് പണി 3/4 ഭാഗവും പൂർത്തിയായി തന്നെ കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിന്റെ പണിയെല്ലാം പൂർത്തിയായിട്ട് പോലും ഇവിടുത്തെ രോഗികൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇവിടെ വരുന്ന ആളുകൾ ദൂരസ്ഥലത്തു നിന്നുള്ള ആളുകളൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് ഇവിടെ താമസിച്ച് ചികിത്സിക്കേണ്ട സാഹചര്യവുമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഇല്ല, നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ, 25 കോടിയോളം രൂപയാണ് ഇവിടെ ചിലവാക്കിയിരുന്നത്. 25 കോടി രൂപ യാതൊരുവിധ കുറേ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടു എന്നുള്ളതല്ലാതെ ആർക്കും ഗുണമില്ല. ഇതിൻ്റെ ചുറ്റുപാട് നോക്കി അറിയാം, കാട് പിടിച്ച് ഇതിപ്പം നശിക്കുന്ന അവസ്ഥയിൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ പണിത പുതിയ കെട്ടിടമാണിത്. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ പാമ്പും അതേപോലെയുള്ള വന്യജീവികൾ കയറി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേ ഉള്ളൂ. ഇത് പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അവരതിനു വേണ്ടി പലവിധ പ്രക്ഷോഭങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം നടക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റുമായിട്ട് വരുന്ന ആളുകൾക്ക് തന്നെ ഇവിടെ താമസിച്ച് ചികിത്സിക്കാനുള്ള സൗകര്യം നിലവിൽ ഇവിടെ ഉണ്ടോ? കുറച്ച് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകളാണ് ഇവിടെ താമസം സ്ഥിരമായി ഉള്ളത്. അവർക്കുള്ള സൗകര്യങ്ങളുണ്ട്. അതും വളരെ മെച്ചപ്പെട്ട സൗകര്യമാണെന്നൊന്നും പറയാനില്ല. ഏതാണ്ട് 125 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ. അതൊന്നും നവീകരിക്കാൻ പോലുമുള്ള അവസരമില്ലാതാണ് ഇതേപോലെയുള്ള പുതിയ കെട്ടിടങ്ങൾ പണി. അത് അവരെ തന്നെ എത്രയും പെട്ടെന്ന് ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഷിഫ്റ്റിംഗ് എന്നല്ല ഒരു കാര്യവും തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ സൗകര്യമുള്ള ബിൽഡിംഗ് ആണ്. അതെ, സൗകര്യമുള്ള ബിൽഡിംഗ്. പക്ഷേ ഇതൊന്നും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങൾ തന്നെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിരുന്നു? ധാരാളം പ്രക്ഷോഭങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. എത്ര നാളിനുള്ളിൽ പണി തീർത്ത് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്? എത്രയും വേഗം ഇതിൻ്റെ പണി തീർത്ത് തുറന്നു കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളൊന്നും തന്നെ അതിലൊന്നും വരുന്ന സർക്കാരുകൾ, നിലവിലെ സർക്കാർ തടസ്സം എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് ഇവർ പറയുന്നില്ല. എന്താണ് കാര്യം എന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. ഇത്രയും പണി പൂർത്തിയായി കിടക്കുന്നത്, അതായത് 3/4 ഭാഗത്തോളം പണി പൂർത്തിയായി മുകളിൽ പണി പൂർത്തിയായതാണ്. ഇനിയും കുറേ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ്. പക്ഷെ അതൊന്നും തന്നെ നടക്കുന്നില്ല. ഇത് തുറന്നു കൊടുക്കുന്നില്ല. ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണെന്നേ നമുക്ക് പറയാൻ. നിരവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഓരോ ദിവസവും. ഉണ്ട്, നിരവധി ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കോടിക്കണക്കിന് പണം ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പണമായി ഇത്. എന്നിട്ട് അത് നമുക്കൊരു പ്രയോജനം ഇല്ലാതെ ഇങ്ങനെ വേസ്റ്റായിട്ട് പോവുക. അതിന് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ തന്നെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങളിവിടെ ഈ ആശുപത്രി പഠിക്കൽ പ്രക്ഷോഭം നടത്തിയതാണ്. അപ്പോഴെല്ലാം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഓരോ കഴിഞ്ഞ പിണറായി സർക്കാർ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴെല്ലാം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കല്ലിടുന്നതിന് വേണ്ടി അദ്ദേഹം. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ക്യാൻസർ സെൻ്റർ നമുക്കാണെങ്കിൽ തിരുവനന്തപുരത്തും അതുപോലെ ഇപ്പോൾ കോഴിക്കോടും എല്ലാം തുടങ്ങിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്ര ബാക്കിയുള്ള നാട്ടിൽ ജനങ്ങളെല്ലാം ഇപ്പോൾ ഈ 2 സ്ഥലത്താണ് പോകുന്നത്. ഈ ആലപ്പുഴ ജില്ലയിലെ ഏക ലെപ്രസി ആശുപത്രി. അതെ, ആലപ്പുഴ ജില്ലയല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ ലെപ്രസി പേഷ്യൻ്റ് മൊത്തം വരുന്ന ഒരു ഹോസ്പിറ്റൽ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള രോഗികൾ ഇപ്പോഴും ഉണ്ട് ഇതിനകത്തുണ്ട്.
ഇപ്പം നേരത്തെ ആണെങ്കിൽ നേരത്തെ ഉള്ള ആ രോഗികളുടെ എണ്ണം അനുസരിച്ച് ഇപ്പം ഒരുപാട് പേര് മരിച്ചു, കൂടുതൽ രോഗമുള്ളവരൊക്കെ മരിച്ചു. ഈ ഇടയ്ക്ക് ഒരാൾ മരിച്ചു. അങ്ങനെ പിന്നെ ഈ അസുഖമൊക്കെ കൂടുമ്പോൾ കാലൊക്കെ മുറിച്ച് മാറ്റുമല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട്. അവരൊക്കെ നിലവിൽ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഉണ്ട്. പിന്നെ ഈ സുഖമായവർ പേഷ്യൻ്റ് വെളിയിൽ താമസമുണ്ട്. അവരെ പേഷ്യൻ്റ് എംപ്ലോയി എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കുടുംബത്തിന് ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണമല്ല, അതിനവരെ ഇവിടെ നിയമിച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ രോഗവുമായിട്ട് വന്ന് അവർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? ഉണ്ട്. രോഗമുള്ളവർ ഇവിടെ ഉണ്ട്. രോഗം സുഖമായവർ വെളിയിലൊക്കെ പിന്നെ വസ്തുവൊക്കെ വാങ്ങിച്ച് രജനി, കേരളത്തിലെ തന്നെ കേരളത്തിലെ ആളുകൾക്കൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കുഷ്ഠരോഗ ആശുപത്രി കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിരവധി ആളുകൾ ഇവിടെ വന്ന് ചികിത്സ തേടുന്നുണ്ട്. അവർക്കൊക്കെ താമസമടക്കമുള്ള ഇവിടെ അഡ്മിറ്റ് ചെയ്ത് അവരിവിടെ താമസിപ്പിച്ച് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുള്ള കെട്ടിടമാണ് ഇവിടെ പണിത് പൂർത്തിയായെന്ന് തന്നെ നമുക്ക് പറയാം. ഏതാണ്ട് 3/4 ഭാഗത്തോളം പണി പൂർത്തിയായിട്ടുണ്ട്. എല്ലാ പണിയും പൂർത്തിയായി ഉടൻ തന്നെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ 40 കോടി രൂപ ചിലവിൽ ഇവിടെ ഈ കെട്ടിടം പണി തുടങ്ങിയത്. പക്ഷേ പകുതിയിലധികം രൂപ വിനിയോഗിച്ചെങ്കിൽ പോലും ആർക്കും പ്രയോജനമില്ലാതെ കാട് കയറി നശിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഇവർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് ആശുപത്രിയുടെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം. യെസ്, നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ തന്നെ പലവട്ടം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പറയുന്നിടത്താണ് ഇതേപോലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. 30% പണി കഴിഞ്ഞ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ OP പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പോലും കഴിഞ്ഞ മഴയത്തും കാറ്റത്തും ഒക്കെ തന്നെ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞു. ഈ OP പ്രവർത്തിപ്പിക്കാൻ പോലും ഇതിലൊരു സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആ അഭ്യർത്ഥനകളൊന്നും തന്നെ മാനിക്കാതെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇവരിവിടെ പറഞ്ഞത് നമ്മൾ കേട്ടു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധങ്ങൾ ഈ ആശുപത്രി കോമ്പൗണ്ടിന് ചുറ്റും ഇവർ നടത്തിയിട്ടുണ്ട്. ആശുപത്രിക്ക് അകത്ത് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പരിഗണിക്കാൻ അധികൃതർ തയ്യാറായില്ല. പലതവണ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴും ഉടൻ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഈ കെട്ടിടം ഇനി എന്ന് തുറന്നു കൊടുക്കുമെന്ന് പോലും അറിയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ കഴിഞ്ഞ കാറ്റിലും മഴയിലും ഒക്കെ ഇവിടുത്തെ വലിയ കെട്ടിടങ്ങൾ ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണു. പക്ഷെ ആ കെട്ടിടം തകർന്നു വീണ അവസ്ഥയിൽ പോലും ഈ പുതിയ കെട്ടിടം അധികൃതർക്ക് മനസ്സ് വെച്ചാൽ തുറന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് തുറന്നു കൊടുക്കാതെ വീണ്ടും മറ്റൊരു പഴയ കെട്ടിടത്തിലേക്ക് OPയുടെ പ്രവർത്തനം മാറ്റി എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ നിലവിൽ OP പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒട്ടും സ്ഥല സൗകര്യമില്ല. ആളുകൾക്ക് വന്ന് നിൽക്കാനോ ഡോക്ടറെ കാണാനോ ഉള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു പരിമിതികൾക്കിടയിൽ പോലും ഇത്രയും ആധുനിക സംവിധാനങ്ങളോടുകൂടി പണി പൂർത്തിയായ ഒരു കെട്ടിടം തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാവുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. രജനി. യെസ്, ആലപ്പുഴ നൂർനാട് ലെപ്രസി ആശുപത്രിക്കായി കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാടു കയറി നശിക്കുകയാണ്. നിലവിൽ ആശുപത്രി OP പ്രവർത്തിച്ച കെട്ടിടം തകർന്നിട്ട് പോലും പുതിയ ആശുപത്രി കെട്ടിടം തുറന്നു കൊടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. നിരവധി രോഗികൾ ദിനം പ്രതി വന്നു പോകുന്ന ഈ സ്ഥലത്താണ് ഈ അധികൃതർ. അവരോടൊക്കെയാണ്, ഈ രോഗികളോട് തന്നെയാണ് ഈ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 30%-ലധികം പണികൾ പൂർത്തിയായിട്ട് പോലും എന്തുകൊണ്ട് ഈ ആശുപത്രി കെട്ടിടം തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ട് പോലും അധികൃതർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് ഇതിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നതും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.